മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ പഠനങ്ങളും അധ്യാപനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ആദിമ മനുഷ്യൻ ആദം അലൈഹിസ്സലാം തൻ്റെ മക്കൾക്ക് പാഠം നൽകി. 2 മക്കളിൽ ഒരാൾ തൻ്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി മുതിർന്നപ്പോൾ, നീ എന്നെ കൊല്ലാൻ കൈ നീട്ടിയാലും ലഇൻ ബസത്ത ഇലയ്യ യദക ലി തഖ്തുലനി മാ അന ബിബാസിത്തിൻ യദിയ ഇലൈക ലി അഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ എന്ന ഒരാശയം. നീ എന്നെ കൊന്നാലും കൊല്ലാൻ വേണ്ടി വന്നാലും ഞാൻ എന്നെ കൊല്ലില്ല, എനിക്ക് നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ ഭയമാണ് എന്ന് ഹാബീലിന് പറയാൻ തോന്നിയത്, തൻ്റെ സഹോദരനായ കാബീലിനോട് ഉപദേശിക്കാൻ തോന്നിയത് ബോധനം കിട്ടിയ പ്രവാചകനായതുകൊണ്ടല്ല, നേരെ മറിച്ച് ബോധനം കിട്ടിയ ഉപ്പ ആദം പഠിപ്പിച്ച സന്ദേശമായിരുന്നു. മനുഷ്യൻ കൈമാറുന്ന സന്ദേശം 2 രൂപത്തിലുണ്ട്. ഒന്ന് പ്രകൃത്യ നാച്ചുറലായി മുൻ തലമുറ പിൻതലമുറക്ക് കൈമാറുന്ന സന്ദേശം. നമ്മളൊക്കെ ഉപ്പമാരാണ്, ഉമ്മമാരാണ്. ഒരു ഉപ്പയും ഉമ്മയും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും, നമ്മളെ നാട്ടുകാരണവന്മാർ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും, പ്രകൃതിദത്തമായി ആ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മക്കൾക്ക് നമ്മൾ ചില അറിവുകൾ കൈമാറുന്നുണ്ട്. ഉമ്മ ചെറുപ്പകാലം മുതൽ കുട്ടികൾക്ക് അരുതെന്നും വേണമെന്നും പറയുന്ന ആ അറിവുകൾ, അത് എവിടെ നിന്നും ആർജിച്ചെടുത്തതല്ല, അത് ഉമ്മയുടെ പ്രകൃതിയിലുള്ളതാണ്.